ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിന്. അപ്പോൾ ഞാൻ വ്ളോഗിലേനു ഇട്ടത്. അത് ഞാൻ പൊരിക്കാണ്ട് ഇട്ടത്, ചെമ്മീൻ പൊരിക്കാണ്ട്. ഇത് ചെമ്മീൻ പൊരിച്ചിട്ട് ഉണ്ടാക്കുന്ന ചോറാണ്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ബിരിയാണി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 700 ഗ്രാം ചെമ്മീനാണ് എടുത്തത്. ഈ ചെമ്മീൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ലേശം ഉപ്പും ഇട്ടിട്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ മുരിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത്. കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട, എന്നാലും പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ കളറൊന്ന് മാറിപ്പോവും, ചുവന്ന നിറമായിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ബിരിയാണിക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. വെളിച്ചെണ്ണയാകുമ്പോൾ ബിരിയാണിക്ക് വെളിച്ചെണ്ണൻ്റെ ചുവയായിരിക്കും ഉണ്ടാകാൻ. ഓയിലാകുമ്പോൾ അങ്ങനെ ചുവക്കൂല. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പെരക്കി വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനിരുന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തുനിന്ന് മസാലേൻ്റെ പണിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തത്. ഇനി ഈ സവാള നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ഒരുമിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് 15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 8 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തത്, 3 വലിയ തക്കാളി. ചെറിയ തക്കാളി ആണെങ്കിൽ 4 എടുത്തോ. ഞാനിവിടെ 3 തക്കാളി എടുത്തത്. തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം. പഴുത്ത തക്കാളി ആകുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെമ്മീനിയുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ള തക്കാളിയുടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ മീൻ മസാലക്ക് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരുവിധ ആൾക്കാരൊന്നും ഇട്ട് കൊടുക്കില്ല, പക്ഷേങ്കിൽ ഈ ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയെല്ലാം വെക്കുന്നതാണെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഇത്രയും മതി. ഇനി ഇതൊന്ന് തിളക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ അതുപോലെ തന്നെ ചെമ്മീനിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി ചെമ്മീനെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകുതി ഞാൻ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടിയാൽ മതി.
ചെമ്മീൻ വെന്തല്ലേ, അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് പുളിനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പുളിനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു കൈ നിറയെ മല്ലിച്ചപ്പ് മുറിച്ചതും ഒരു പിടി പുതിന ചപ്പ് മുറിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള നമുക്ക് ചോറ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. 3 ഗ്ലാസ് ജീരകശാല റൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് 3 ഗ്ലാസ് അരി എടുത്തത്. ഇനി നമുക്ക് ഈ അരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം വരാൻ വേണ്ടി വെക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് RKG ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണ് RKG ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചോറിന്. നെയ്യ് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ഏലക്കായ, ഒരു പട്ട, പിന്നെ 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാളൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. സവാള കരിഞ്ഞു പോലത്തെ, അന്നേരം പിന്നെ ചോറിൻ്റെ നിറം മാറും. ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുത്താൽ മതി. സവാള ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി പുളിനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നമ്മൾ വെയ്യ ചോറിന് ദമ്മിടുന്ന സമയത്ത് പുളിനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ നമ്മൾ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചോറങ്ങനെ കട്ട കിട്ടൂല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചോറ് അടിക്ക് പിടിച്ചു പോകും. ചോറിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലൻ്റെ മുകളിലേക്ക് ഈ ചോറിട്ട് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ബിരിയാണിക്ക് കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് പുളിനാരങ്ങൻ്റെ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചെറുതായിട്ട് മുറിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ബിരിയാണിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി പൊരിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം വറുത്തിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ എളുപ്പത്തിലുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് ചെറിയ തീയിൽ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചെറിയ തീ ആയി കൊടുത്താൽ മതി. എന്നിട്ടൊരു 15 മിനിറ്റോളം നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ദമ്മ് പൊളിക്കരുത്. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതുപോലെ തന്നെ വെക്കാം. എന്നാലാണ് നല്ലോണം ചോറ് ദമ്മായി കിട്ടാൻ. അതിന് ശേഷം മാത്രമേ നമ്മൾ ദമ്മ് പൊളിക്കാൻ പറ്റൂ. ഇനി ഈ മുകളിലത്തെ ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ചോറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ നെയ്ച്ചോറ് വെച്ചിട്ടില്ല, ആ ചോറിൽ തന്നെയാണ് ഈ മേലത്തെ ചോറ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യലാണ്. മസാല മിക്സ് ചെയ്യൂല, മസാല വേറെ തന്നെയാണ്. തലശ്ശേരി ബിരിയാണി മസാല വേറെ ചോറ് വേറെയാണ്. പിന്നെ ചെമ്മീൻ ചോറ് നമ്മൾ മിക്സ് ആക്കിയിട്ടും വെക്കലുണ്ട്. അത് പക്ഷേ ഇങ്ങനെയല്ല, അത് ഇറച്ചിച്ചോറ് വെക്കുന്ന പോലെയാണ്. ഇത് മസാല വേറെയും ചോറ് വേറെയും. അപ്പോൾ ഞാൻ മസാലയിലുള്ള ചോറ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാകുക. ചോറ് വേറെയും മസാല വേറെയും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചോറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. മസാല ആദ്യം ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചോറ് ആദ്യം ഇട്ടിട്ട് മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് ഇതുപോലെ നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പൊരിച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചെമ്മീൻ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.